27 സങ്കീർത്തനത്തിന്റെ 14 വാക്യം. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ ജീവിത സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് തനിക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ധൈര്യവും ബലവും ഇന്ന് ഈ വചനം വായിക്കുന്ന സകലരോടും പറയുന്ന ഒരു ആത്മീയ സന്ദേശമാണ് ഇവിടെ. യഹോവയിൽ പ്രത്യാശയുള്ളവർ ധൈര്യപ്പെട്ടിരിക്കണം. 27 സങ്കീർത്തനം തുടങ്ങുന്നത് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്നിട്ട് ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ദാവീദ് തന്റെ ജീവിത അനുഭവത്തെ വിളിച്ചു പറയുകയാണ്, ഞാനൊരു ധൈര്യശാലിയാണ്. ഒരു വ്യക്തിയല്ല, ഒരു വീട്ടുകാരല്ല, ഒരു ദേശമല്ല, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയത്തിൽ ലവലേശം ഭയമില്ല. ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് മനുഷ്യരെ ഭയപ്പെടരുത്, പിശാചിനെ ഭയപ്പെടരുത്, വെല്ലുവിളിക്കുന്നവരെ ഭയപ്പെടരുത്, ആഭിചാരകരെ ഭയപ്പെടരുത്, നിനക്കെതിരെ മോശം പറയുന്നവരെ ഭയപ്പെടരുത്. കാരണം ഒരു സൈന്യം പാളയമിറങ്ങിയാലും ഭയപ്പെടാത്തൊരു ഹൃദയത്തിന് ഒരു ദൈവവൈതൽ ഉടമയാകണം. യേശുവിന്റെ അടുക്കൽ ഒരാൾ വരുമ്പോൾ അവന് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. മോശയുടെ കാലശേഷം യോശുവയെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചത് കൊണ്ട് മോശയോട് ദൈവം പറയുക, യോശുവയെ നീ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. കാരണം ഒരു ലീഡർക്ക് ധൈര്യവും ഉറപ്പും വേണം. ഒരു വീടിന്റെ ഗ്രഹനാഥന് ആ വീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ധൈര്യവും ഉറപ്പും വേണം. ഒരു സ്ഥാപനം നടത്തുന്നവന് ആ സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകാൻ ധൈര്യവും ഉറപ്പും വേണം. സുവിശേഷ വേലയിൽ നിൽക്കുന്നവർ പ്രതിസന്ധിയുടെ മുമ്പിൽ ധൈര്യവും ഉറപ്പും ഏറ്റെടുക്കണം. ഇവിടെ വചനം പറയുക, ശ്രദ്ധിച്ചേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമുക്ക് ഉറപ്പുള്ള ഹൃദയം ഏറ്റെടുക്കാം, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എത്രയെത്ര പ്രതിബന്ധങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ വന്നാലും ഉറപ്പുള്ള ഹൃദയം ഏറ്റെടുത്ത് ആമീൻ ജീസസ് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.